സറി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വലിയ നീണ്ട യുദ്ധങ്ങളുടെയും വലിയ ഉപരോധങ്ങളുടെയും ഒക്കെ കെടുതി അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. എന്നിട്ടും ഈ 10 ദിവസം അവരെങ്ങനെയാണ് ആക്രമണം അടിച്ചുവിട്ടത് എന്ന് നമ്മളൊക്കെ ലോകം തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ US തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഏത് നടപടിയിലേക്ക് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഇറാൻ പറയുന്നുണ്ടോ? ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു നിലപാട്, ഈ ആക്രമണം, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇറാന്റെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു പ്രതികരണം വിഷയത്തിൽ വന്നിട്ടുണ്ടോ ഇതിനോടകം? ആ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ 3 ആണവ കേന്ദ്രങ്ങൾ, ഇസ്ഫഹാൻ, ഫോർദോ, അതോടൊപ്പം തന്നെ നദൻസ്, ഈ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയിരിക്കുന്ന ബോംബാക്രമണം ഏതർത്ഥത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ്, അല്ലെങ്കിൽ ഈ ആണവ നിലയങ്ങളുടെ അവസ്ഥ എന്താണ്, അവിടെ ആണവ വികിരണം ഉൾപ്പെടെയുള്ള വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥകളുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അത് ഇറാൻ നേതൃത്വം തന്നെയാണ് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലോകത്തോട് പറയേണ്ടത്. ഒട്ടും വൈകാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ലോകത്തെ അഭിസംബോധന ചെയ്യാൻ, ടെലിവിഷനിലൂടെ അഭിസംബോധന ചെയ്യാൻ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതോടുകൂടി താൻ നടത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഇസ്രായേലിന്റെ മാത്രമല്ല ലോകത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നടപടി എന്ന നിലയ്ക്ക് ആയിരിക്കും ട്രംപ് ഇതിനെ വിലയിരുത്താൻ പോകുന്നത്. പക്ഷേ അത് ഗൾഫ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലേക്കും അത് ഏതൊക്കെ രൂപത്തിൽ ബാധിക്കും എന്നതുൾപ്പെടെയുള്ള, കാരണം ഹോർമസ് കടലിടുക്ക് അടച്ചിടുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇറാൻ തുനിയുകയാണെങ്കിൽ അത് ചെറിയ രൂപത്തിലായിരിക്കുകയില്ല ഈ ലോക സമ്പദ്ഘടനയെ തന്നെ, മേഖലയുടെ സമ്പദ്ഘടനയെ മാത്രമല്ല ലോക സമ്പദ്ഘടനയെ പോലും ബാധിക്കാൻ പോകുന്നത്. കാരണം ഈ ഹോർമസ് കടലിടുക്ക് മുഖേനയാണ് ലോകത്തേക്കുള്ള എണ്ണയുടെ 20% പോകുന്നത്. ഏറ്റവും ഈ ഗൾഫ് രാജ്യങ്ങളുടെ പോലും ധമനിയായിട്ട്, ജീവധമനിയായിട്ട് നിലയുറപ്പിക്കുന്നതും ഈ കപ്പൽ പാതയാണ്. ആ പാത ഒരുപക്ഷെ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് കൊണ്ട് കേവലം 23 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ ദൈർഘ്യമെങ്കിൽ പോലും ആ പാതയിൽ അതിശക്തമായിട്ടുള്ളൊരു നിയന്ത്രണം ഇറാനുണ്ട്. അത് അവർ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന്റെ ഗതി മാറും. ഗൾഫ് മേഖലയുടെ സാമ്പത്തിക നിക്ഷേപ മേഖലകളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. മലയാളികൾ ഉൾപ്പെടെ ഇവിടെ ചേക്കേറിയിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഭാവി ജീവിതത്തിന്റെ സുരക്ഷയുമായി പോലും അത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ഈ അർത്ഥത്തിലുള്ള ഒരു സൈനിക നടപടി അമേരിക്ക നടത്തരുതെന്ന് റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾ നിരന്തരമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഏറെക്കുറെ അതേ നിലപാട് പങ്കുവച്ചിരുന്നു. പക്ഷേ ജർമ്മനിയും ബ്രിട്ടനും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്തരമൊരു നീക്കങ്ങൾ ചിലപ്പോൾ അനിവാര്യമാകുമെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. വിയന്നയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി പങ്കെടുത്തിരുന്നു. ആക്രമണം ഇസ്രായേൽ തങ്ങൾക്ക് നേരെയുള്ളത് അവസാനിപ്പിക്കുകയാണെങ്കിൽ രമ്യമായ ചർച്ചയ്ക്ക് അമേരിക്കയുമായി പോലും തങ്ങൾ ഒരുക്കമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതായത് നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് എല്ലാ സന്നദ്ധതയും ഇറാൻ അറിയിച്ച അതേ ഘട്ടത്തിൽ തന്നെയാണ് പതിറ്റാണ്ടുകളിലൂടെ ഇറാൻ ജനതയും ഇറാൻ എന്ന രാജ്യവും രൂപപ്പെടുത്തിയെടുത്ത അതിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 3 ആണവ കേന്ദ്രങ്ങൾ, ഫോർദോ, ഇസ്ഫഹാൻ, അതോടൊപ്പം തന്നെ നതൻസ്, ഈ 3 ആണവ കേന്ദ്രങ്ങളെ വൻതോതിലുള്ള പ്രഹരശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തകർത്തതായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് വ്യക്തമാക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു ജനതയുടെ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവ പദ്ധതി ഉപയോഗിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ ഒരു ജനതയും ഒരു രാജ്യവും തീരുമാനിക്കുമ്പോൾ അതിനെ ഇസ്രായേലിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും കിരാതമായിട്ടുള്ള ഒരു ആക്രമണത്തിന് വേണ്ടി അവർക്കൊപ്പം നിലയുറപ്പിച്ചുകൊണ്ട് ഈ ഒരു ഏറ്റവും മൗലികമായിട്ടുള്ള ഒരു ജനങ്ങളുടെ അവകാശത്തെ പോലും ഹനിക്കുന്ന ഒരു സമീപനമാണ് ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ തന്റെ സൈന്യം ഇനി പെട്ടെന്ന് ഇടപെടാൻ പോവുകയില്ല, യുക്രൈൻ റഷ്യ യുദ്ധം പോലും അവസാനിപ്പിക്കണം, പശ്ചിമേഷ്യയിൽ സമാധാനം വരണം എന്നതൊക്കെ പറഞ്ഞ് ഇത്തവണ അധികാരത്തിൽ വന്ന ഒരു പ്രസിഡന്റാണ് ട്രംപ്. ആ ട്രംപ് തന്നെയാണ് അധികാരത്തിലേറെ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ, അതും ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് ശതകോടിക്കണക്കിന് ഡോളറിന്റെ വലിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് മടങ്ങിയ അതേ ട്രംപ് തന്നെയാണ് ഈ മേഖലയുടെ താല്പര്യങ്ങൾക്ക് വലിയ തോതിൽ ദോഷം ചെയ്യുന്ന, ഭാവിയിലേക്ക്
ഇസ്രായേലിലേക്ക് വലിയ തോതിൽ തന്നെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആക്രമണത്തിന് നേരിട്ട് തന്നെ നേതൃത്വം നൽകിയിരിക്കുന്നത് ഫോർദോ ഉൾപ്പെടെയുള്ള, കാരണം മല തുരന്ന് ഭൂഗർഭ സ്വഭാവത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഫോർദോ നിലയത്തിലേക്ക് ഇതുവരെയും ഇസ്രായേലിന് ആക്രമണം നടത്താൻ സാധിച്ചിരുന്നില്ല. അവിടേക്കാണ് ഇപ്പോൾ ഈ അമേരിക്കയുടെ B-2 ബോംബർ വിമാനങ്ങൾ വലിയ തോതിൽ ബോംബുകൾ വർഷിച്ചതായിട്ടും ഇനി സമാധാനത്തിന്റെ നാളുകളാണെന്നും ട്രംപ് പറയുന്നത്. പക്ഷേ പുലരാൻ പോകുന്നത് സമാധാനത്തിന്റെ നാളുകളായിരിക്കുമോ അതോ കൂടുതൽ കാലുഷ്യത്തിന്റെയും പ്രക്ഷുബ്ധതയുടെയും നാളുകളായിരിക്കുമോ എന്ന് ഒരുപക്ഷെ ഇറാന്റെ പ്രതികരണത്തിലൂടെ മാത്രമായിരിക്കും തെളിയാൻ പോകുന്നത്.